ഹായ്, ഇത് ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന മാംഗോ ആണ്. ആന്ധ്രാപ്രദേശിൽ കാണുന്ന ബംഗിനപ്പള്ളി എന്ന് പറയുന്ന ഒരു മാംഗോ ആണ്. ഇത് ഞാൻ എന്തായാലും ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. എന്തായാലും നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. ഓക്കെ, സോ ഒരു ബോക്സിൽ എറൗണ്ട് 6 മാംഗോ ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ്, നല്ല ക്വാളിറ്റിയാണ് കാണുന്നത്. ഓക്കെ, 6 ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 3 kg അടുത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. എന്തായാലും നമുക്ക് ഒരെണ്ണം ചെത്തിയിട്ട് ഇതിൻ്റെ ടേസ്റ്റും എങ്ങനെ ഉണ്ടെന്നും കൂടി നോക്കാം. ഇത് അത്യാവശ്യം നല്ല പഴുത്ത് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. എന്തായാലും നമുക്ക് ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഡക്റ്റിൻ്റെ പേര് ബംഗിനപ്പള്ളി എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. ഇത് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ്. ഇത് സാധാരണ നമുക്ക് നല്ല ചെറിയ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എന്ന് വെച്ചാൽ ഇച്ചിരി കട്ടി കൂടിയ മോഡലുള്ള മാങ്ങയാണ്. എന്തായാലും നമുക്കിതിന് മധുരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം. മാങ്ങ കാണാനും എല്ലാം നല്ല ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബംഗിനപ്പള്ളി ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രത്തോളം മധുരം വന്നിട്ടില്ല. ഇഷ്ടപ്പെട്ടോ? ടോണി എന്നതാ? അങ്ങനെ കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് മധുരം ഇച്ചിരി കുറവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിന്നരസാദ് മേടിക്കാനായിരുന്നു, പക്ഷേ ഇതാണ് കിട്ടിയിരുന്നത്. അടുത്തത് വരുന്നുണ്ട്, ആ മാങ്ങ ഇടുമ്പോൾ അതിൻ്റെയും കൂടി റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഇതിൽ മാംഗോ ക്വാളിറ്റി വൈസ് നല്ലതാണ്, സൈസ് വൈസ് നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പഴുക്കാനുണ്ടായിരുന്നു. മേ ബി അത്രയും കൂടി പഴുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ മധുരം കയറി വരുന്നതായിരിക്കും. എന്തായാലും മധുരം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒത്തിരി നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. ഒരു മീഡിയം മധുരമാണ് ഇത് നിൽക്കുന്നത്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരു വട്ടം ട്രൈ ചെയ്യാവുന്ന ഒരു മാംഗോ ആണിത്. അപ്പം ഇതുപോലെ അടുത്തൊരു മാംഗോയുടെ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, സീ യു.